ഇറാനെതിരായ ആക്രമണം അവസാനിപ്പിച്ചേക്കുമെന്ന സൂചന നൽകി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധലക്ഷ്യങ്ങൾ ഏറെക്കുറെ കൈവരിച്ചതായും സമൂഹമാധ്യമ പോസ്റ്റിൽ ട്രംപ് കുറിച്ചു. ഇറാനുമായി സംസാരിക്കാൻ തയ്യാറാണെങ്കിലും വെടിനിർത്തൽ ആഗ്രഹിക്കുന്നില്ലെന്നും ട്രംപ് പ്രതികരിച്ചു. പുതുതായി 3 യുദ്ധക്കപ്പലുകളെയും 4500 സൈനികരെയും അണിനിരത്തി ഇറാനെതിരെ പുതിയ യുദ്ധമുഖം തുറക്കാൻ നീക്കം നടത്തുന്നതിനിടയിലാണ് ട്രംപിന്റെ മലക്കം മറിച്ചിൽ. MC നാസർ ദുബായിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ നൽകാനുണ്ട്. നാസർ, ട്രംപ് പിന്നോട്ട് പോവുകയാണോ? ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ അത് യുദ്ധത്തിന്റെ തുടക്കം മുതൽ തന്നെ അദ്ദേഹം ആരംഭിച്ച ഒരു കാര്യമാണ്. അത് ഇപ്പോൾ പോലും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം യുദ്ധത്തിന്റെ തുടക്കത്തിൽ ട്രംപ് പറഞ്ഞത് വെറും 4 ദിവസത്തിനകം ഇറാനെ പൂർണ്ണമായിട്ടും അമർച്ച ചെയ്യും, യുദ്ധലക്ഷ്യങ്ങൾ കൈവരിക്കുമെന്നായിരുന്നു ട്രംപ് അവകാശപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഏതാണ്ട് 21 ദിവസം പിന്നിടുന്ന ഒരു ഘട്ടത്തിൽ പോലും ട്രംപ് സമൂഹ മാധ്യമ പോസ്റ്റിൽ ആദ്യം പങ്കുവച്ചത് യുദ്ധം ഏറെക്കുറെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ്, ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതോടുകൂടി എപ്പോൾ വേണമെങ്കിലും ഇത് അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നാണ്. അത് വലിയ പ്രതീക്ഷ ലോകത്തുടനീളം പകർത്താൻ സഹായകമായി. പക്ഷെ അത് കഴിഞ്ഞാണ് മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള പ്രതികരണത്തിൽ ട്രംപ് പറയുന്നത് ഇറാൻ പൂർണ്ണമായിട്ടും അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഒരു വെടിനിർത്തൽ എന്ന പ്രശ്നം ഉദിക്കുന്നില്ല, ഇറാനുമായി താൻ സംസാരിക്കാനൊക്കെ തയ്യാറാണ്, പക്ഷേ ഒരു വെടിനിർത്തൽ ആ രാജ്യവുമായിട്ട് താൻ ആഗ്രഹിക്കുന്നില്ല എന്ന മറ്റൊരു പ്രസ്താവന നടത്തുന്നത്. അതേസമയം തന്നെയാണ് കൂടുതൽ യുദ്ധസന്നാഹങ്ങൾ മേഖലയിലേക്ക് കൊണ്ടുവരാനുള്ള തിരക്കിട്ട നീക്കത്തിൽ അമേരിക്കൻ നേതൃത്വം പെന്റഗൺ ശക്തമായിട്ടുള്ള നടപടികൾ മുന്നോട്ട് നീക്കുന്നത്. കാരണം ഏതാണ്ട് 4500 വരെ മറീനുകൾ ഉൾപ്പെടുന്ന സൈനികരെ രംഗത്തിറക്കാനും പറ്റുമെങ്കിൽ ഖാർഗ് ദ്വീപ് ഏതെങ്കിലും അർത്ഥത്തിൽ അധിനിവേശം നടത്താനുള്ള പദ്ധതികളുമായിട്ട് ട്രംപ് ഭരണകൂടം മുന്നോട്ട് പോകുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അതിശക്തമായിട്ടുള്ള ആക്രമണം തെഹ്റാൻ ഉൾപ്പെടെയുള്ള ഇറാൻ നഗരങ്ങൾക്ക് നേരെ തുടരുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് കൂടുതൽ ശക്തമായിട്ട് തിരിച്ചടിക്കുമെന്ന് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പുകൾ കൂടി വരുന്നത്. കാരണം അമേരിക്കയുമായിട്ട് ഒരു സന്ധിയുമില്ല എന്ന അർത്ഥത്തിലുള്ള പ്രതികരണമാണ് ഇറാനിലെ പരമോന്നത ആത്മീയ നേതാവ് മുജ്തബ ഖാംനയി ഇന്നലെ നൽകിയത്. ഇറാൻ വിദേശകാര്യമന്ത്രിയും അതേ പ്രസ്താവന ആവർത്തിക്കുന്ന സാഹചര്യമുണ്ടായി. അല്പം മുമ്പ് ഇറാന്റെ സൈനിക വക്താവിൻ്റെതായിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രതികരണം കൂടി വന്നു. മേഖലയിലെ മാത്രമല്ല ലോകത്തുടനീളമുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയും തങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരും, അവിടേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിക്കുമെന്ന വളരെ പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രതികരണം കൂടിയാണ് ഇറാന്റെ സൈനിക വക്താവിൻ്റെതായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ മേഖലയിലെ യുദ്ധം കൂടുതൽ അരക്ഷിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് നീങ്ങുമെന്ന് ഒരു ആശങ്ക രൂപപ്പെട്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഒരു ഭാഗത്ത് യുദ്ധലക്ഷ്യങ്ങൾ തീർന്നതുകൊണ്ട് യുദ്ധം എളുപ്പത്തിൽ അവസാനിക്കുമെന്നും അത് കഴിഞ്ഞ് മാധ്യമപ്രവർത്തകർക്ക് മുമ്പാകെ ഇറാനുമായിട്ടൊരു വെടിനിർത്തലിന് താൻ ഒരുക്കമല്ല എന്ന അർത്ഥത്തിലുള്ള വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളുമായിട്ട് ട്രംപ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇറാന്റെ മിസൈൽ ആക്രമണം ഇസ്രായേലിന്റെ ഹൈഫ റിഫൈനറിയിലേക്ക് ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് പൂർണ്ണമായും സ്തംഭിച്ചൊരവസ്ഥയാണ് നിലവിലുള്ളത് എന്നാണ് പറയുന്നത്. ഈ ആക്രമണം എപ്പോഴാണ് ഉണ്ടായത്? ഈ ഒരു സ്ഥിതി വലിയൊരു പ്രതിസന്ധിയിലേക്ക് സൃഷ്ടിക്കില്ലേ? എപ്പോഴാണ് ഇതൊരു സാധാരണ നിലയിലേക്ക് എത്തുക, ഈ റിഫൈനറിയുടെ പ്രവർത്തനം ഉൾപ്പെടെ? തീർച്ചയായിട്ടും. കാരണം ഊർജ്ജ മേഖലയിലേക്ക് ഇറാനെതിരായിട്ടുള്ള ഒരു നീക്കം ആദ്യം നടത്തുന്നത് ഇസ്രായേൽ തന്നെയാണ്. അത് അമേരിക്കയുടെ പോലും താല്പര്യങ്ങൾ മറികടന്നുകൊണ്ടാണ് സൗത്ത് പാർട്സ് എണ്ണപ്പാടത്തിന് നേരെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഉണ്ടാകുന്നത്. അവിടെ തീപിടുത്തമുണ്ടായി മണിക്കൂറുകൾക്കകം തന്നെയാണ് അതിശക്തമായിട്ടുള്ള തിരിച്ചടിയുമായിട്ട് ഇറാൻ രംഗത്ത് വന്നത്. ഹൈഫ എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സാമ്പത്തിക ധമനി കൂടിയാണ്. അവിടേക്ക് ആക്രമണം നടത്തുക മാത്രമല്ല വലിയ തോതിൽ നാശനഷ്ടങ്ങൾ വരുത്താൻ ഹൈഫ റിഫൈനറിയിൽ ഇറാന് സാധിക്കുന്ന ഒരു അവസ്ഥ കൂടി രൂപപ്പെട്ടു. അതോടുകൂടിയാണ് കൂടുതൽ പരിഭ്രാന്തി ഇസ്രായേലിലുടനീളം രൂപപ്പെട്ടതും. ആക്രമണങ്ങൾ ഇന്നലെ 20-ലധികം തവണയാണ് അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ നഗരങ്ങൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പറയുമ്പോഴും ഇസ്രായേലിനെതിരെ ഇറാന്റെ തിരിച്ചടി തുടരുകയാണ്. MC നാസറാണ് ദുബായിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.